ആന്ധ്രാപ്രദേശിലെ കുർണൂലിനെ നടുക്കിയ ബസ് ദുരന്തത്തിൽ 20 പേരുടെ ജീവനെടുത്ത തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് സാധാരണക്കാർ കരുതുന്നതിലും എത്രയോ വലുതാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആഡംബര ബസ് ഒരു മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെങ്കിലും ബസ്സിനുള്ളിൽ ചരക്കായി സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് സ്മാർട്ട് ഫോണുകളിലെ ലിഥിയം അയൺ ബാറ്ററികളാണ് ദുരന്തത്തിന്റെ ആഘാതം പല മടങ്ങ് കൂട്ടിയതെന്ന് ഫോറൻസിക് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നു. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലെ ഒരു പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയുടെ ഗോഡൌണിലേക്ക് അയക്കുകയായിരുന്ന 46 ലക്ഷം രൂപ വിലമതിക്കുന്ന 234 മൊബൈൽ ഫോണുകളാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപകടത്തിന്റെ ആഘാതത്തിൽ ലിഥിയം അയൺ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുകയും തെർമൽ റൺവേ എന്നറിയപ്പെടുന്ന നിയന്ത്രണാതീതമായ താപനില വർധനവിന് കാരണമാവുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ബസ്സിനുള്ളിൽ തീ ആളിപ്പടർന്നത് ഈ പൊട്ടിത്തെറികളുടെ ഫലമായാണ്. കുർണൂൽ പോലീസ് സൂപ്രണ്ട് വിക്രാന്ത് പട്ടേൽ ഈ നിരീക്ഷണങ്ങൾ ശരിവെച്ചു. ബസിന്റെ ബാറ്ററികൾ, എളുപ്പത്തിൽ കത്തുന്ന ഫർണിഷിംഗുകൾ, അതിലുപരി മൊബൈൽ ഫോണുകളുടെ ശേഖരം എന്നിവയെല്ലാം ചേർന്ന ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക്കൽ എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിലെ ബാറ്ററികളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി അദ്ദേഹം വ്യക്തമാക്കി. ദുരന്ത സമയത്ത് ബസ്സിൽ ഏകദേശം 40 യാത്രക്കാരുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. 20 പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഭൂരിഭാഗവും ദീപാവലി അവധി കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നവരായിരുന്നു. യാത്രക്കാർ ഉറക്കത്തിലായിരുന്നതാണ് മരണനിരക്ക് ഉയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ലിഥിയം അയൺ ബാറ്ററികളുടെ അപകട സാധ്യതകളെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നിരിക്കുകയാണ്. കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ തീവ്രമായ താപനിലയോ ഈ ബാറ്ററികൾക്ക് തെർമൽ റൺവേ സംഭവിക്കാം. ഇത് പരമ്പരാഗത തീ അണയ്ക്കൽ മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. കൂടാതെ ഒരു ബാറ്ററിയിൽ തീപിടുത്തം ഉണ്ടായാൽ അത് സമീപത്തുള്ള മറ്റ് ബാറ്ററികളിലേക്ക് അതിവേഗം പടരാൻ കാരണമാകും. ഇതാണ് കുർണൂലിൽ സംഭവിച്ചതും. ആന്ധ്രാപ്രദേശ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ പി വെങ്കട്ടരാമൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ധന ചോർച്ചയാണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണമെങ്കിലും സ്മാർട്ട് ഫോണുകളുടെ പൊട്ടിത്തെറിയും AC സംവിധാനത്തിലെ ഇലക്ട്രിക് ബാറ്ററികളും ആഘാതം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. തീയുടെ കാഠിന്യം എത്രത്തോളം ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുത ബസിന്റെ തറയിലെ അലൂമിനിയം ഷീറ്റുകൾ പോലും ഉരുകിപ്പോയി എന്നതാണ്. കൂടാതെ ബസ് നിർമ്മാണത്തിലെ അപാകതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാഹനത്തിന്റെ ഭാരം കുറച്ച് വേഗത കൂട്ടാനായി ഇരുമ്പിന് പകരം ഭാരം കുറഞ്ഞ അലൂമിനിയം പാളികൾ ഉപയോഗിച്ചത് തീപിടുത്തം കൂടുതൽ വേഗത്തിൽ വ്യാപിപ്പിക്കാൻ കാരണമായി. ഇത്തരം ഘടനാപരമായ പ്രശ്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്നവയാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ് ദുരന്തത്തിന് മറ്റൊരു പ്രധാന കാരണമായി സംശയിക്കുന്നു. അശ്രദ്ധമായി ഓടിച്ചു വന്ന മോട്ടോർ സൈക്കിൾ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കൂട്ടിയിടിയിൽ ബൈക്ക് ബസ്സിനിടയിൽ കുടുങ്ങി ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചു. റോഡുമായി ഉരസിയപ്പോഴുണ്ടായ തീപ്പൊരിയും കാരണം ബസ്സിന്റെ മുൻഭാഗത്ത് തീ പടർന്ന് ആളി കത്തുകയായിരുന്നു. മോട്ടോർ സൈക്കിൾ യാത്രികനും അപകടത്തിൽ മരണപ്പെട്ടു. അപകടശേഷം ബസ് ഡ്രൈവർമാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ലോകത്ത് റോഡ് അപകട മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ബസ് ഓപ്പറേറ്റർമാർ പലപ്പോഴും സുരക്ഷാ നിയമങ്ങൾ അവഗണിക്കുകയും വാഹനങ്ങളിൽ ആളുകളെ കുത്തി നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ അപകടവും ആ കറുത്ത യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ബൈക്ക് യാത്രികന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും അപകടത്തിന് കാരണമായിട്ടുണ്ട്. അപകടത്തിന് തൊട്ടുമുമ്പുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവും ഒപ്പമുണ്ടായിരുന്നയാളും മദ്യലഹരിയിലായിരുന്നുവെന്ന് കണ്ടെത്തി. ഒരു പെട്രോൾ പമ്പിൽ നിന്നും പോയതിനു ശേഷം ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമായി വീഴാൻ പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും അശ്രദ്ധമായി ഓടിച്ചെന്നുമുള്ള മൊഴിയാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് ഡ്രൈവർമാരിൽ ഒരാള് മൊഴി മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ആദ്യം കനത്ത മഴ കാരണം ദൃശ്യപരത കുറവായിരുന്നതിനാലാണ് ബസ് ബൈക്കിൽ ഇടിച്ചതെന്നായിരുന്നു ഡ്രൈവർമാരിൽ ഒരാളായ ശിവനാരായണ മൊഴി നൽകിയത്. എന്നാൽ ഇപ്പോഴത്തെ മൊഴി അനുസരിച്ച് മറ്റൊരു അപകടത്തിൽപ്പെട്ട ബൈക്കും യാത്രികനും റോഡിൽ കിടക്കുകയായിരുന്നുവെന്നും മറ്റൊരു ഡ്രൈവറായ ലക്ഷ്മയ്യ അറിയാതെ അവരുടെ മുകളിലൂടെ ബസ് കയറ്റുകയായിരുന്നുവെന്നുമാണ് പറയുന്നത്. ഡ്രൈവർമാരുടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. വിദേശ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത ഈ ദുരന്തം ഇന്ത്യയിലെ റോഡ് സുരക്ഷാ നിയമങ്ങളുടെയും ചരക്ക് ഗതാഗതത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും കാര്യത്തിൽ ഗൗരവമായ പുനഃപരിശോധന ആവശ്യപ്പെടുന്നു.
വാണിജ്യ ആവശ്യങ്ങൾക്കായി മൊബൈൽ ഫോണുകൾ പോലെയുള്ള അപകട സാധ്യതയുള്ള ചരക്കുകൾ പാസഞ്ചർ ബസ്സുകളിൽ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോളുകളെ കുറിച്ചും ഈ ദുരന്തം ചോദ്യങ്ങൾ ഉയർത്തുന്നു. ചുരുക്കത്തിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ്, മദ്യപിച്ചുള്ള യാത്ര, സുരക്ഷാ മാനദണ്ഡങ്ങളിലെ അലംഭാവം, ബസ് നിർമ്മാണത്തിലെ അപാകത, ഒപ്പം 234 സ്മാർട്ട് ഫോണുകളിലെ ലിഥിയം അയൺ ബാറ്ററികളുടെ വിനാശകരമായ സാന്നിധ്യം എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്നാണ് കുർണൂലിൽ ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ഈ ദുരന്തം ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ സുരക്ഷാ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയിലേക്കുള്ള ഒരു വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്.